ഗൈസ് രാവിലെ എണീച്ചാക്കുമ്പോ ഉമ്മാനിപ്പാനി കാണുന്നില്ല. വിളിച്ചോക്കിയപ്പോ പറയാണ് നമ്മള് കാലിക്കട്ടുള്ളത്. ഉമ്മാന്റെ കൂതിനായിന്ന് പുറത്തോട്ട് ഫുഡ് കഴിക്കുന്നു. ഇല്ല ഗൈസ് ഇന്ന് ഫുഡ് ഈ ഷെഫ് പിള്ള ഉണ്ടാക്കും. അതിന് മുമ്പ് വീടിനൊന്ന് കുളിപ്പിച്ച് എന്നെ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ അരിക്ക് നല്ല നെയ്ച്ചോറിന്റെ മണുണ്ട്. എന്നാ പിന്നെ നമുക്ക് നെയ്ച്ചോറന്നെ ഉണ്ടായിക്കളെ. അങ്ങനെ നമ്മൾ അരിക്കൂട്ടനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചട്ടിയിലല്ലോ വെക്കും. നമുക്ക് ഇതിനൊറ്റൊരു പാത്രം തപ്പണ്ടേ. തപ്പിട്ട് ഒരു പാനും ഒരു കുക്കറിന്റെ മൂടിയും കിട്ടിക്കണം. കുറച്ചും കൂടി തപ്പിയപ്പോ പാനിന്റെ മൂടി പണ്ടാറ് ഈ ചട്ടിയാർ ഇവിടെ കൊണ്ടിച്ച് നെയ്മത്തെ നെല്ല് പോകും. അങ്ങനെ നമ്മള് പാത്രം വെച്ച് ഓയിലിട്ട് ഉമ്മീന്റെ അകത്ത് എന്തല്ലോ ചപ്പുമ്പുലൽ ഇടുന്നാണല്ലോ. ആ ചപ്പുമ്പുല നിനക്ക് തപ്പിട്ട് കിട്ടിയില്ല. അവൻ ചോദിച്ചു ഉമ്മാനെ വിളിച്ചാൽ ഉമ്മ വന്ദേവായിരുന്നു പിടിച്ചും കിട്ടും. എന്റെ പാത്രം പൊട്ടിച്ച് എന്റെ അടുക്കള മറിച്ചിട്ട് ഈ വെളുത്തുള്ളിയിലൊട്ട ബാക്കിയുള്ള ആളപ്പരം പോകുന്നില്ല. അതുകൊണ്ട് അതിനെ ബേളൊക്കെ പിടിച്ചിട്ട് അരിന്റെ വെള്ളത്തിൽ ഉന്തി. ഇത് കാണുമ്പോഴേ എനിക്ക് ഫ്രൈഡ് റൈസ് ഒന്നാൻ പൂതി. എന്തായാലും മൂപ്പര അവിടെ നിന്ന് ആവട്ടെ, അപ്പത്തേക്ക് നമുക്ക് കുറച്ച് പഠിക്കാം. അടുത്ത ദിവസം എക്സാം ആണേ. ഒന്നും പഠിച്ചില്ലെങ്കിൽ അവിടെ പോയിട്ട് ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി എഴുതി കൊടുക്കേണ്ടി വരും. അതിന്റെ അടുക്ക് നല്ല മണ അടിച്ചിട്ട് തുറന്നു നോക്കുമ്പോഴോ മൂപ്പർ വെള്ളം കിട്ടാതെ ഉണങ്ങിയിരിക്കുന്നു. ഇനി ഇതിന്റെ അകത്ത് ഉപ്പാന്റെ ഉപ്പ വന്നിട്ട് ഇടൂലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് പിന്നെ കുറച്ച് എന്റെ നോക്കുമ്പോൾ മൂപ്പർ കഞ്ഞിയായിട്ടുണ്ട്. അതുകൊണ്ട് നടുക്കൊരു കുയ്യു വെച്ചു എന്നിട്ട് മുട്ട വെച്ചിട്ട് മിസ്സാക്കി. അങ്ങനെ നമ്മളെ കഞ്ഞി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറുതെ ഒന്ന് പാത്രം കറക്കുമ്പോ അതിങ്ങനെയായി. എന്തൊക്കെയാടാ ഈ കൊച്ചു കണ്ണൂര് സംഭവിക്കണേ. ചോറിന്റെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ കറി ഉണ്ടാക്കിയ പായസാവും. അതുകൊണ്ട് കന്നി ഫ്രൈഡ് റൈസിന് കമ്പനി ആയിട്ട് പപ്പടം എടുത്തു. പപ്പടത്തിന്റെ കൂടെ കമ്പനിക്ക് ഒരു ബുൾസൈയും എടുത്തു. ഈ പൊട്ടല്ലേടാ കുട്ടാ. അയ്യോ പൊട്ടി. അല്ലാണ് കർലേന സത്യം പറയാലോ. ഉണ്ടാക്കിക്കൊണ്ട് പറയാം നല്ല അടിപൊളിയായിട്ട് അട്ടപ്പടല മൂച്ചിട്ടുണ്ട്. ഉച്ചക്ക് പട്ടിണി ആയതുകൊണ്ട് തന്നെ ഒരു 3:30 ആവാൻ നല്ല വിഷം. അങ്ങനെ അപ്പൂസിന് കയറി നല്ല ലൈം കുടിച്ചു. ഓന്റെ പേര് കമ്പനിക്ക് പഫ്സും. ഈ ലൈമും പഫ്സും ഒരു നൊസ്റ്റാജിക് ആയിട്ടാണ്. അതറിയങ്ങൾക്ക് അതൊന്നും അവിടുന്ന് പോകുമ്പോഴാണ് വേറെ കുറച്ച് നൊസ്റ്റുകളെ കണ്ടത്. ഓ ഇന്ന് ഫുൾ ഒരു നൊസ്റ്റാജിക്കൽ നൊസ്റ്റു തന്നെ.